ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം റീൽസിലും യൂട്യൂബ് ഷോർട്സിലും അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അല്ലേ? ആ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ ആ വീഡിയോയിൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, അതായത് പാമ്പ് കടിയേറ്റ പച്ചക്കറി. അതായത് ഒരു പാമ്പ് പച്ചക്കറി കടിക്കുന്ന സമയത്ത് പാമ്പിന്റെ വെനം അല്ല അതിന്റെ വിഷം പച്ചക്കറിയിലേക്ക് എത്തുന്നു. ആ പച്ചക്കറി നമ്മൾ കഴിക്കുന്ന സമയത്ത് അതായത് ഈ വെനം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് എത്തും, നമ്മുടെ അവയവങ്ങളെ അത് ബാധിക്കും, ലാസ്റ്റ് നമ്മൾ മരിച്ചു പോകും. ഇത് ശരിയായൊരു ധാരണയാണോ? അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കാൻ പറയാണ്. അതായത് ഒരു പാമ്പ് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് കടിക്കുന്ന സമയത്ത് അല്ലെ, ഒരു സ്നേക്ക് ബൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ സ്നേക്കിന്റെ വെനം അതായത് പാമ്പിന്റെ വിഷം നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തണം. ഈ വെനത്തിന് ടോക്സിൻ ഉണ്ടല്ലേ, ഈ ടോക്സിൻ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള അവയവങ്ങളായിട്ടുള്ള ലങ്സിനെ, കിഡ്നിനെ, ഹാർട്ടിനെ, ബ്രെയിനിനെ ഒക്കെ എഫക്ട് ചെയ്യും. അവയവങ്ങൾ അതായത് ഈ ഓർഗൻസിനെ ഒക്കെ അത് ഡാമേജ് ചെയ്യും. അങ്ങനെ നമ്മൾ മരിക്കും. ഇങ്ങനെയാണ് പൊതുവെ ഇത് സംഭവിക്കാറല്ലേ. അല്ലാതെ ഈ പാമ്പിന്റെ വെനം പുറത്തുള്ള സമയത്ത് അത് ഡീആക്ടിവേറ്റ് ആയി പോകും വളരെ എളുപ്പത്തിൽ. ഇപ്പൊ പാമ്പ് ഒരു പച്ചക്കറി കടിക്കുന്ന സമയത്ത് അതിന്റെ വെനം ആ പച്ചക്കറിയിലേക്ക് എത്തുമ്പം ആ ഒരു വെജിറ്റബിളിന്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ അത് ഡീആക്റ്റീവ് ആയി പോവുകയാണ്. ഒരിക്കലും അതിന് പ്രവർത്തനക്ഷമമാവാൻ കഴിയുന്നില്ല. അപ്പൊ ആ പച്ചക്കറി നമ്മൾ കഴിക്കുന്ന സമയത്ത് ഒരിക്കലും ഇത് നമ്മുടെ ശരീരത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നില്ല. നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നവും ഇതാൽ ഉണ്ടാവുന്നില്ല. ഇപ്പൊ നമ്മളൊരു പാമ്പിന്റെ വിഷം കുടിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസസിന് ആ ഒരു വെനം അല്ലെങ്കിൽ അതിലുള്ള ടോക്സിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അപ്പൊ കുടിക്കുമ്പോൾ പോലും ഒരു പ്രശ്നം നമ്മുടെ ശരീരത്തിന് ഇതാൽ ഉണ്ടാവുന്നില്ല, നമ്മുടെ ബോഡീനെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടതോടുകൂടി ശരിക്കും നമ്മുടെ വീട്ടുകാരെല്ലാം ഭയങ്കര പേടിച്ചിരിക്കുകയാണ് അല്ലെ. അതായത് എങ്ങനെ ധൈര്യത്തോടു കൂടി ഒരു പച്ചക്കറി കഴിക്കും, നമ്മൾ മരിക്കില്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്നുള്ളതാണ് അവരുടെയൊക്കെ ഒരു ധാരണ. അപ്പൊ നിങ്ങൾ വേണം അവരെ ഈ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ. അപ്പൊ അറിയാത്ത എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഓൾസോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ